വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ. വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവനും ഇറാൻ്റെ മിസൈലാക്രമണം ഉണ്ടായി. ആദ്യം ഇസ്രായേലാണ് ഇറാൻ ആക്രമിച്ചത്. ഇറാൻ്റെ തലസ്ഥാന നഗരി മുഴുവനും ഗംഭീരമായ ആക്രമണങ്ങൾ നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനെ തുടർന്നിട്ട് ഇസ്രായേലിലേക്ക് തുരുതുരാ മിസൈലാക്രമണമായിരുന്നു ഇറാൻ്റെ ശക്തി എന്താണെന്ന് ലോകം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഇസ്രായേൽ മാത്രമല്ല, ഖത്തറിൽ, അതേപോലെ ബഹ്റൈനിൽ, UAE, അബുദാബിയിൽ മുഴുവൻ എവിടെയൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ടോ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് മുഴുവനും മിസൈൽ അയച്ചിട്ട് ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും ജീവിക്കുന്നത് UAE-ലോ ഖത്തറിലോ അല്ലെങ്കിൽ ബഹ്റൈനിലോ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെയാണ്. ഇത് നമ്മളെല്ലാവരെയും വല്ലാതെ ബാധിക്കും. ഒരു കാരണവും ഇല്ലാതെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതിന് കുറച്ച് ദിവസങ്ങളായിട്ട് യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കൂട്ടങ്ങളും അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട്. ഇറാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ, സാമ്പത്തിക ഉപരോധം പിൻവലിക്കണം, എന്നിട്ടാവാൻ ചർച്ച. അപ്പോൾ ലിബിയയിലും അതേപോലെ ഇറാഖിലും വെനിസ്വലയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഭരണകൂടത്തെ തകർത്തതുപോലെ ഇറാൻ്റെ ഭരണകൂടത്തെ തകർക്കണം. അതാണ് അമേരിക്കയുടെ ആവശ്യം. അതിനുവേണ്ടി അമേരിക്ക എന്തും ചെയ്യും. മൂന്ന് രീതിയിലാണ് യുദ്ധം ഉള്ളത്. ഒന്ന് പറഞ്ഞിട്ടുള്ളത്, യുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യം ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം. രണ്ടാമത്തേത്, ഇറാനിൻ്റെ മുഴുവൻ കാര്യങ്ങളും തകർത്ത് കളയണം. ഇറാൻ എന്നൊരു രാജ്യത്തിൻ്റെ ഭരണകൂടം ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിലൊക്കെ ഡിമാൻഡ് വെച്ചിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ ആശീർവാദത്തോടെ. അമേരിക്കയുടെ സൈനിക വാഹനത്തിന് നേരെ വരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. ഇറാൻ്റെ മിസൈലുകൾ തടുക്കാനൊന്നും ഇസ്രായേലിന് കഴിയില്ല. ഇതിപ്പോൾ ഫലത്തിൽ എന്താ വരിച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവനും യുദ്ധഭീഷണിയിലായി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുഴുവനും ആക്രമണം ഉണ്ടായി. ഇനിയിപ്പോൾ ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും അബുദാബി ആണെങ്കിലും ബഹ്റൈനാണെങ്കിലും ഏത് രാജ്യങ്ങളും സ്വന്തമായിട്ട് നിലനിൽപ്പില്ലല്ലോ. ഇവർക്ക് മുഴുവനും അമേരിക്കയുടെ പിന്തുണ വേണം. അമേരിക്കയെ പിന്തുണക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഏതാണോ അതിനെ തകർക്കുന്ന ഇറാന് പറയുന്നത് മാത്രമല്ല, ഇറാൻ കാണിക്കുകയാണ്. ലോകത്തിൻ്റെ മുൻപിൽ ഇറാൻ്റെ ശക്തി എന്താണെന്ന് കാണിക്കാൻ പോണേ ഉള്ളൂ. അയത്തുല്ലാ ഖുമൈനി പറഞ്ഞൊരു കാര്യം, ഇനി ലോകം എന്താണെന്ന് അറിയുന്നു ഇറാൻ്റെ ശക്തി എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും അയത്തുല്ലാ ഖുമൈനെ തകർക്കുന്ന ട്രംപ് പറയണത്. ഏതാണെങ്കിലും നമ്മളൊരു പക്ഷം മറുപക്ഷം എന്നൊരു ഇവിടെ യുദ്ധത്തിൽ ജയവും തോൽവിയൊന്നുമില്ല. യുദ്ധം കൊണ്ടുണ്ടാവുന്ന തോൽവി മാത്രമാണ്. എണ്ണയുടെ വില കൂടും, എല്ലാത്തിലും നമ്മൾ ബുദ്ധിമുട്ടും. ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് ഇറാൻ, ഇന്ത്യയുടെ സൗഹൃദ രാജ്യം. പക്ഷേ ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് കരുതി ഇറാൻ തോൽക്കണമെന്നും ഇറാൻ തകരണമെന്നും ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. അതാണ് ഏറ്റവും വിരോധാഭാസം. എല്ലാ രാജ്യങ്ങളുടെയും വ്യോമപാതകൾ അടച്ചു, ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അടച്ചു. ഇതൊരു വലിയ ഗൗരവം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യുദ്ധം അവസാനിക്കാനാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ പ്രവാസികളായിട്ടുണ്ട്. പല ഗൾഫുകാരും വിളിക്കുകയാണ്, വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്താ സംഗതി എന്നുള്ളത്. ഇറാൻ്റെ ബോംബാക്രമണമാണ്. ഖത്തർ പറഞ്ഞത്, ഞങ്ങൾ ഇറാൻ്റെ മിസൈൽ തകർത്തു. എന്ത് തകർത്താലും ചൈനയിൽ നിന്ന് വാങ്ങിയ ദൂരേക്ക് പോലും പോകാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ. ഇറാൻ എന്നൊരു രാജ്യം മുഴുവനായിട്ട് മുസ്ലിം രാജ്യമൊന്നുമല്ല. അവിടെ 75% ഷിയാക്കളുണ്ട്, പിന്നെ സുന്നികളുണ്ട്, അതേപോലെ ജൂതരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വേറെ ഒരുപാട് മതങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇറാനിൽ ഒരു കൂട്ടം ഇറാനിയൻ ആളുകൾ തന്നെ ഇറാനെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് അമേരിക്കൻ അനുകൂല ഒരു ഭരണകൂടം അവിടെ വരിക എന്നുള്ളതാണ്. മുമ്പ് ഇറാനിൽ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളേതുപോലെയുള്ള പാശ്ചാത്യ വേഷങ്ങൾ ധരിച്ച ഒരു രാജ്യമായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ഇസ്ലാമിക ഒരു കോൺസെപ്റ്റോ ഇസ്ലാമിക തിയറിയോ ഉണ്ട്. അതില്ലാതാവണം. എന്നിട്ട് തോന്നിയതുപോലെ മദ്യമൊഴുക്കാനും തോന്നിയതുപോലെ നടക്കാനും കഴിയുന്നൊരു രാജ്യമായിട്ട് മാറ്റണം. ഇതിനാണ് ശ്രമം. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക, യുദ്ധം കൊണ്ട് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കണം എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും അയത്തുല്ലാ ഖുമൈനിയെ താഴെ ഇറക്കുക, അയാളെ ഇല്ലാതാക്കുക. മുമ്പൊരിക്കൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നത്. അതിൽ ഇസ്രായേൽ തോറ്റമ്പി. അവസാനം അമേരിക്ക കുറേ ആക്രമണം നടത്തിയത് കൊണ്ടൊന്നും ഒന്നും ഉണ്ടായില്ല. ഏതായാലും ഇത് ലോകാവസാനത്തിലേക്ക് പോകുന്നൊരു യുദ്ധം. കാരണം രാജ്യങ്ങളൊന്നും പഴയ രാജ്യങ്ങളല്ല. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ യുദ്ധം പടർന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ട്. നമ്മൾ പെരുന്നാൾക്ക് ആഘോഷിക്കണം, സന്തോഷിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ടെന്ന് ഉറപ്പിലാണ്. അത് മുഴുവനും താറുമാറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഈ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകും. ഇതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുന്നില്ല. പലരും മതം വെച്ചിട്ടാണ് കളിക്കണത്. ആ മതക്കാർ തോൽക്കട്ടെ, ഈ മതക്കാർ, ഏത് മതക്കാരാണെങ്കിലും മനുഷ്യരാണല്ലോ, എല്ലാവരും മനുഷ്യരാണ്. ഇവിടെ ഭരിക്കുന്നതായാലും ഇസ്രായേലിൽ ഭരിക്കുന്നതാണെങ്കിലും എവിടെ ഭരിക്കുന്നതായാലും മനുഷ്യരാണ്. ഒരു കൂട്ടർ ആക്രമിക്കുമ്പോൾ ഒരു കൂട്ടർ ആഹ്ലാദിക്കുന്ന കാഴ്ച എന്തിനാണിത്? യുദ്ധം കൊണ്ട് ആരാ വിജയിച്ചിട്ടുള്ളത്? നഷ്ടങ്ങളുടെയും ലാഭങ്ങളുടെയും കണക്ക് നോക്കാനത് ബിസിനസ് അല്ല, ചേർക്കുന്ന ബിസിനസ്, ആയുധ ബിസിനസ്. എന്തായാലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പതിവ് പോലെയുള്ള ഖുർആൻ പാരായണ മത്സരമുണ്ട്. നമ്മൾ ഇന്നത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ഇന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സജാ ഫാത്തിമ. أعوذ بالله من الشيطان
الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫാത്തിമ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് സജൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. കൊച്ചിയിൽ നിന്നും 10 വയസ്സുകാരി സൈനബ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان. മലപ്പുറം കോട്ടക്കലിൽ നിന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സനാമഹറിൻ. الله من الشيطان الرجيم بسم الله الرحمن الرحيم وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد. പിന്നെ ഷിഹാബ് ജിദ്ദയിൽ നിന്നാണ് അയച്ചുള്ള പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിലെ പെരിന്തൽമണ്ണ അമ്മിണിക്കാടാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അപ്പോൾ എല്ലാവരുടെ ഖുർആനത്തും അടിപൊളിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.